സൂറത്തു യാസീൻ ഈ രൂപത്തിൽ പാരായണം ചെയ്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് എന്തു ചോദിച്ചാലും അത് നൽകപ്പെടുമെന്നുറപ്പുള്ള മഹാന്മാരൊക്കെ പറഞ്ഞ ഒരു വ്യത്യസ്തമായ രൂപമുണ്ട്. ആ രൂപത്തിൽ നാം പാരായണം ചെയ്ത് അള്ളാഹുവിനോട് എന്തു കാര്യം ചോദിച്ചാലും പടച്ച റബ്ബത് നൽകിയിരിക്കുമെന്നുള്ളതാണ്. ഇന്നു തന്നെ നിങ്ങൾ ഈ അമൽ ചെയ്യൂ. തീർച്ചയായും നടക്കാത്തൊരു കാര്യത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് ഹൃദയ സാന്നിധ്യത്തോടുകൂടെ മനസ്സറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് നടന്നിരിക്കും. വിശ്വാസത്തോടുകൂടെ ആത്മാർത്ഥമായി ചെയ്യണമെന്നേ ഉള്ളൂ. സൂറത്തു യാസീനെ കുറിച്ച് നമുക്കറിയാം. സൂറത്തു യാസീൻ ഖൽബുൽ ഖുർആനാണ്. അതേത് ആവശ്യത്തിന് വേണ്ടിയാണ് ഓതുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതുമാണ്. പക്ഷെ അത് ഈ രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് നടന്നിരിക്കും. നിങ്ങളിത് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. ഒരുപാട് ആളുകൾ ചെയ്തിട്ട് അവർക്ക് ഫലം ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വിവരം, ഈ ഒരു അമൽ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. പലപ്പോഴും പല ആളുകളും ഇതൊക്കെ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പലരും നമ്മോട് പല വിഷയങ്ങളും പറയുമ്പോൾ അവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളൊരു അമലാണിത്. എത്രയോ ആളുകൾക്ക് ഫലം ലഭിച്ചു എന്ന് ഉറപ്പുള്ള വിശ്വാസത്തോടെയും അനുഭവത്തോടു കൂടെയുമാണ് നമ്മൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് ഇന്ന് തന്നെ നടക്കാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാലായ നിയ്യത്തുകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പൂർത്തീകരിച്ചു തരട്ടെ. ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ. വിഷമങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തീർത്തു തരട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെ ബുക്ക് ചെയ്യാതെ വരുന്നത് കൊണ്ടാണ് പ്രത്യേകം അത് എടുത്ത് പറയുന്നത് എന്നറിയിക്കുകയാണ്. നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ ശനി ഞായർ ദിവസങ്ങളിൽ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശനി ഞായർ ദിവസങ്ങളിൽ നോക്കിയാൽ ഏതെല്ലാം ദിവസങ്ങളിൽ ഉണ്ടാകും ഇല്ല എന്നുള്ളതൊക്കെ അവിടെ കൃത്യമായി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റാഹത്തും സന്തോഷമൊക്കെ നൽകട്ടെ. സൂറത്തു യാസീൻ ദിവസവും നമ്മൾ പാരായണം ചെയ്യുന്നതാണ്. ഒരു ദിവസവും ഒഴിവാക്കാതെ കഴിയുന്ന എല്ലാ ദിവസവും നമ്മൾ ഓതാറുള്ളതാണ്. നമ്മൾ മദ്രസകളിൽ നിന്നൊക്കെ വളരെ ചെറുപ്പം നാളിലെ കാണാതെ പഠിച്ചതാണ്. നമ്മുടെ വീടകങ്ങളിലെ എന്തു വിഷയങ്ങളുണ്ടെങ്കിലും നമ്മൾ പ്രധാനമായിട്ടും മരണപ്പെട്ടവരുടെയൊക്കെ പേരിൽ അവരുടെ പാരത്രിക ലോക ഗുണത്തിനു വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് സൂറത്തു യാസീൻ പാരായണം ചെയ്യാറുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തു യാസീൻ ലിമാ ഖുരിഅത് ല, അതേതൊരാവശ്യത്തിന് വേണ്ടിയാണ് ഓതുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും എന്ന് പ്രത്യേകമായി പറഞ്ഞ സൂറത്തും കൂടെയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സൂറത്തു യാസീനിൻ്റെ ഈ ഒരു അമൽ പറയുന്നതിൻ്റെ മുമ്പ് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ മഹത്വങ്ങളും വിവരങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ അമൽ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ആത്മാർത്ഥത ഉണ്ടാകുക. സാധാരണ നിങ്ങളൊരു സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത് പോലെ ആകരുത് ഇത്. നമുക്കതൊരു വലിയ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊരു രൂപമുണ്ട്. നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയാണെങ്കിൽ ഇന്ന ദിവസത്തിലാണ് ഇത് ഓതേണ്ടത്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തെങ്കിലും ഒന്ന് തട്ടിപ്പോകാൻ വേണ്ടിയാണെങ്കിൽ അത് ചൊവ്വാഴ്ച ദിവസത്തിലാണ് ഓതേണ്ടത്. നമുക്ക് ഉയർച്ചയും ഇസ്സത്തും അഭിമാനമൊക്കെ കിട്ടുന്ന വിഷയമാണെങ്കിൽ ഞായറാഴ്ചയാണ് ഓതേണ്ടത്. കടം പോലെയുള്ള വിഷയങ്ങളൊക്കെ വീടി കിട്ടാനാണെങ്കിൽ അത് തിങ്കളാഴ്ചയാണ് ഓതേണ്ടത്. ഇൻഷാ അല്ലാഹ് ഞാനതിൻ്റെ വിശദമായ വിവരത്തിലേക്ക് വരാം. എങ്ങനെയാണ് ഇത് ഓതേണ്ടത്, ഇത് ഓതുമ്പോൾ ഓരോ മുബീൻ എത്തുന്ന സമയത്ത് ചെയ്യേണ്ട രൂപങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായി ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. സൂറത്ത് യാസീൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് നമുക്കറിയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആകാശഭൂമികളെ പടക്കുന്നതിൻ്റെ 1000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു യാസീനും ത്വാഹയും പാരായണം ചെയ്തു. മലക്കുകൾ അത് കേട്ടപ്പോൾ പറഞ്ഞു അത്രേ, ഈ അവതരിച്ച് കിട്ടുന്ന സൂറത്തു യാസീൻ ഉണ്ടല്ലോ, ഇത് സർവർക്കും വലിയ അനുഗ്രഹമായിട്ടാണ് സംഭവിക്കുക. ഇവ ആർക്കുള്ളിൽ നിറച്ചു വെക്കുന്നുവോ അവർക്ക് വലിയ അനുഗ്രഹം ലഭിക്കും. ഇവ കൊണ്ടുച്ചരിക്കുന്നവർ, ഇവ പാരായണം ചെയ്യുന്നവർ, അവർക്കൊക്കെ വലിയ ഭാഗ്യവും സൗഭാഗ്യവും വന്നുചേരുമെന്ന് മസാബിഹിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ സൂറത്തു യാസീൻ, തോഹ, ഈ 2 സൂറത്തുകൾ അള്ളാഹു മലക്കുകൾക്ക് മുമ്പ് അള്ളാഹു ഓതിക്കേൾപ്പിച്ചപ്പോൾ, ആകാശഭൂമികളെ പടക്കുന്നതിൻ്റെ ഓതി കേൾപ്പിച്ചപ്പോൾ മലക്കുകളുടെ ഒരു പ്രതികരണം ഇങ്ങനെയായിരുന്നു. സൂറത്തു യാസീൻ വിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയമാണ്. ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ എന്ന് നാം പണ്ടുനാളിലെ ചെറുപ്പം നാളിലെ പഠിച്ചു വെച്ചതാണ്. ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിച്ച സൂറത്തു യാസീൻ പാരായണം ചെയ്യുകയാണെങ്കിൽ
അതോതിയാൽ അയാളുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. മരണപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ അത് ഓതുവിൻ എന്ന് പ്രത്യേകമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. ഖുർആനിൻ്റെ ഹൃദയം സൂറത്തു യാസീനാണ്. അതുകൊണ്ട് തന്നെ വല്ലൊരുത്തനും സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ ഖുർആൻ മുഴുവനും 10 തവണ പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് രേഖപ്പെടുത്തി വെക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂറത്തു യാസീൻ നാം ധാരാളമായിട്ട് പാരായണം ചെയ്യണം, അത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർക്കണം. അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി വല്ല ഒരുത്തനും രാത്രിയിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അയാളുടെ പാപങ്ങളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രത്യേകം ഹദിയ ചെയ്താൽ അവർ ഖബറിൽ സന്തോഷം ലഭിക്കാൻ കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വിട പറഞ്ഞവരുടെ ഖബറിലേക്ക് നമുക്ക് ഓതുന്ന സൂറത്ത് യാസീനിൻ്റെ ഓതിയതിൻ്റെയൊക്കെ പ്രതിഫലത്തിന് എത്തിച്ചു കൊടുക്കട്ടെ. എല്ലാ രാത്രിയിലും ഒരാൾ സൂറത്ത് യാസീൻ പതിവാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അയാൾക്ക് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കും. മരണപ്പെടുന്ന സമയത്ത് ആ രൂപത്തിലാണ് അതിൻ്റെ പ്രതിഫലം ഉണ്ടായിരിക്കുക എന്ന് ഇത്ഖാനിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സൂറത്ത് യാസീൻ നാം വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാ ദിവസവും പാരായണം ചെയ്യണം. അള്ളാഹു നമുക്കത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ടെന്ന് പറഞ്ഞ കൂട്ടത്തിൽ മുത്തുനബി തങ്ങളെ വിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയമായിട്ട് സൂറത്തു യാസീനിനെ പരിചയപ്പെടുത്തിയ ഉടനെ തന്നെ പറയുന്നത്, അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ അവൻ്റെ ദോഷങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും. അള്ളാഹു അവന് 22 പ്രാവശ്യം ഖുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലം നൽകും. മറ്റൊരു ഹദീസിൽ അങ്ങനെയാണുള്ളത്, ഒരാൾ മരിക്കാനടുത്ത ഘട്ടത്തിലാണെങ്കിലും അവിടെ വെച്ച് മരണമാസന്നയായ ആളുകളുടെ അടുക്കൽ വെച്ച് സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ ഓരോ അക്ഷരത്തിനും 10 മലക്കുകൾ വീതം ഇറങ്ങും. അവർ അയാൾക്ക് മുമ്പിൽ അണിനിരന്ന് അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യും. അവനെ കുളിപ്പിക്കുന്നിടത്ത് അവർ ഹാജരാകും. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അവരുടെ കൂടെ പോകും. മയ്യത്ത് നിസ്കാരത്തിലും ഖബറടക്കുന്നതിലൊക്കെ അവർ പങ്കുകൊള്ളും എന്നുള്ളതാണ്. നിങ്ങളൊന്ന് നോക്കൂ, മരണമാസന്നമായ സന്ദർഭത്തിൽ ഒരു രോഗിയുടെ ശയ്യാവലംബമായി കിടക്കുന്ന മരണമാസന്നമായി സക്രാത്തുൽ മൗത്തിൽ കിടക്കുന്ന ആളുകളുടെ അടുക്കൽ വെച്ച് സൂറത്തു യാസീൻ പാരായണം ചെയ്യുമ്പോൾ ആ മരിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ മരണപ്പെടുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന വലിയ ഗുണത്തിനെക്കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താ? അയാൾക്ക് വേണ്ടിയിട്ട് ഓരോ അക്ഷരത്തിനും 10 മലക്കുകൾ ഇറങ്ങി വരും. അങ്ങനെ ഓരോ അക്ഷരത്തിനും 10 മലക്കുകൾ ഇറങ്ങുമെങ്കിൽ സൂറത്തു യാസീനിൽ എത്ര അക്ഷരങ്ങളുണ്ട് പ്രിയമുള്ളവരെ? അത്രയും മലക്കുകളല്ല, അതിൻ്റെ 10 ഇരട്ടി മലക്കുകൾ എന്നല്ല പറഞ്ഞത്. അപ്പോൾ 10 മലക്കുകൾ ഓരോ അക്ഷരത്തിനും. യാസീൻ എന്ന് പറയുമ്പോൾ യാഇന് 10 മലക്ക്, സീനിന് 10 മലക്ക്, അപ്പം തന്നെ 20 മലക്കായില്ലേ. വൽ ഖുർആൻ എന്ന് പറയുമ്പോൾ വാവിന് 10 മലക്ക്. അങ്ങനെ ഓരോ അക്ഷരത്തിനും 10 മലക്കുകൾ ഇറങ്ങി വന്ന് അവർക്ക് ആ മരണമാസന്നമായ വ്യക്തിയുടെ മുമ്പിൽ അണിനിരന്ന് അയാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, നമുക്കൊക്കെ ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. എന്താണ് മലക്കുകളുടെ ഇസ്തിഗ്ഫാർ? ഈ അടിമക്ക് പുറത്തു കൊടുക്കണേ, ഈ അടിമക്ക് പുറത്തു കൊടുക്കണേ എന്ന് എത്രയോ മലക്കുകൾ അവന് വേണ്ടി പ്രത്യേകം യാസീൻ ഓതിയ കാരണം കൊണ്ട് ദുആ ചെയ്യുകയാണ്. മാത്രമല്ല മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് അവർ സന്നിഹിതരാകും. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അവർ കൊണ്ടുപോകും. ഈ സമയത്തൊക്കെ അവരുടെ ഡ്യൂട്ടി എന്താണ്? ഈ യാസീൻ ആർക്ക് വേണ്ടിയാണോ ഓതിയത് അവർക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ ചോദിക്കുകയാണ്. നമുക്ക് സ്വർഗം നൽകാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അവസാനം ഏതുവരെ ഉണ്ടാകും? മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ച് ഖബറടക്കുന്നതിലൊക്കെ അവർ പങ്കുകൊള്ളും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണമാസന്നയായ ആൾ യാസീൻ ഓതിയാൽ അയാൾ മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലെ പാനീയം
റിളുവാൻ എന്ന മലക്ക് കൊണ്ടുവന്ന് അയാളെ കുടിപ്പിക്കും. മരണാശയ്യയിൽ കിടന്ന് അയാളത് കുടിക്കുകയും ചെയ്യും. അങ്ങനെ ദാഹം തീർന്ന നിലയിൽ മരിക്കും. ഖബറിലും അയാൾക്ക് ദാഹം തീർന്നവനായിരിക്കും. ഒരു പ്രവാചകൻ്റെയും ഹൗലിലെ ജലവും അയാൾക്ക് ആവശ്യമില്ലാത്ത രൂപത്തിൽ അവൻ്റെ ദാഹം സ്വർഗത്തിലേക്ക് എത്തുന്നത് വരെ ദാഹമില്ലാത്ത അവസ്ഥയിലെത്തും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഇത്ര വലിയ അനുഗ്രഹങ്ങളും മഹത്വങ്ങളും ലഭിക്കാൻ കാരണമാകുന്ന സൂറത്തു യാസീൻ, ഇൻഷാ അല്ലാഹ് അത് മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് തന്നെ ഓതുക. ഇന്ന് മുതൽ സൂറത്തു യാസീൻ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സകങ്ങളിൽ കരുതേണ്ടതും അങ്ങനെ തന്നെയാണ്. നമുക്ക് പാരത്രിക ലോക ഗുണത്തിന് വേണ്ടിയിട്ട് സൂറത്തു യാസീൻ പാരായണം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ പതിവായി ഓതുന്ന നമ്മുടെ സൂറത്തു യാസീനിൻ്റെ വളരെ ശ്രേഷ്ഠമേറിയ ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ അമലുകളുടെ കൂട്ടത്തിൽ നിരവധി ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച വളരെ ശ്രേഷ്ഠമേറിയ ഒരു അമലാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് സൂറത്തു യാസീൻ അത്ഭുതങ്ങളുടെ കലവറയാണ്. അത് ഈ പൈശാചികമായ ഉപദ്രവങ്ങളൊക്കെ സംഭവിക്കുന്ന, പൈശാചിക ബാധയുള്ള ഇത്തരം ശൈത്വാനീയത്തിൻ്റെ വിഷയങ്ങളൊക്കെയുള്ള ആളുകൾക്ക് മുമ്പിൽ അവരിങ്ങനെ ശക്തമായ രൂപത്തിൽ ഇളകുന്ന സമയത്തൊക്കെ നമ്മൾ അവരുടെ ആ ഇളക്കമൊക്കെ ഒന്ന് ഒതുക്കാൻ, വേണ്ടിയിട്ട് സൂറത്തു യാസീൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ചില ആയത്തുകളൊക്കെ അങ്ങ് എത്തുന്ന സമയത്ത് ഇവരങ്ങ് അടങ്ങി ഒതുങ്ങുന്നത് കാണാൻ സാധിക്കും. ആത്മീയമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നവരൊന്നും സൂറത്തു യാസീൻ ഒഴിവാക്കാറില്ല. സൂറത്തു യാസീൻ പാരായണം ചെയ്യുമ്പോഴേക്ക് ഇങ്ങനെ ഈ ബാധയേറ്റൊക്കെ ഇളകി നിൽക്കുന്ന ആളുകൾക്ക് മുമ്പിലൊക്കെ വളരെ പെട്ടെന്ന് അവരെ അടക്കാൻ കഴിയും സൂറത്തു യാസീനിന്. അതതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിന്, ഐനുമായി ബന്ധപ്പെട്ട വിഷയത്തിന്, ഷൈത്വാനീയത്തിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ സൂറത്തു യാസീൻ വളരെയധികം ഫലപ്രദമാണ്. വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ ചില ആളുകളൊക്കെ പറയും, ഞങ്ങൾ സൂറത്തു യാസീൻ എപ്പോഴും പാരായണം ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും റിസൾട്ട് കാണുന്നില്ലല്ലോ എന്ന്. ചെയ്യേണ്ട രൂപത്തിൽ തന്നെ ചെയ്യണം. നിങ്ങൾ നോക്കൂ, അക്ഷരശുദ്ധിയോടുകൂടെ പരമാവധി തജ്വീദിൻ്റെ നിയമങ്ങൾ പാലിച്ച് സൂറത്തു യാസീൻ, ഫാത്തിഹ ഇങ്ങനെയുള്ള സൂറത്തുകളൊക്കെ നമ്മൾ കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിനിന്ന് പുതിയ സംവിധാനങ്ങളൊക്കെയുണ്ട് പഠിക്കാൻ. യൂട്യൂബ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്കറിയാവുന്ന സംഭവങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത ആപ്പുകളൊക്കെ ഉണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ. അത് കേൾക്കുക. ഒരു 7-8 മിനിറ്റ് കൊണ്ട് തജ്വീദ് അനുസരിച്ച് സൂറത്തു യാസീൻ പാരായണം സാവധാനത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നല്ലൊരു ഖാരി ഓതുന്നത് കേൾക്കുക. എന്നിട്ട് നമ്മൾ വിശുദ്ധ ഖുർആൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവർ ഓതുന്നതിനനുസരിച്ച് സൂറത്തു യാസീൻ ഓതുക. അപ്പോൾ നമ്മൾ ഓതുന്നതിൻ്റെ തെറ്റും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നല്ലൊരു ശൈലിയിൽ നമുക്ക് ഓതാൻ പഠിക്കാനും സാധിക്കും. നിങ്ങൾ ഇന്ന് തന്നെ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അങ്ങനെ നിയമത്തിന്, തജ്വീദിൻ്റെ നിയമം അനുസരിച്ച് സൂറത്തു യാസീൻ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ച് ആത്മാർത്ഥമായി പഠിച്ചു മനസ്സിലാക്കി സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ അത് വളരെയധികം എഫക്റ്റ് ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. ഏത് വിഷയത്തിന് വേണ്ടി ഓതുന്നോ അതിൽ നല്ല ഫലം ഉണ്ടാകും. വളരെ മുജറബായൊരു അമലാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഈ അമൽ മുജറബ് എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ചു ഫലം കണ്ടെത്തിയ അമലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒരാവശ്യം കൊണ്ടുവരിക. നമ്മുടെ ആവശ്യം എന്താണ്? നമ്മുടെ മോളുടെ വിവാഹം ശരിയാകാനാണോ? മോനിക്ക് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയാണോ? സിഹർ, ആയിന് തുടങ്ങിയ പ്രശ്നങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടിയാണോ? മോൻ്റെ അവിഹിതം, മോളുടെ അവിഹിതം അത് ഒഴിവാക്കാൻ വേണ്ടിയാണോ? അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മക്കൾ നല്ല രൂപത്തിലേക്ക് ലഹരി ഒഴിവാക്കി ജീവിക്കാൻ വേണ്ടിയാണോ? എക്സാമിൽ നല്ല വിജയം ലഭിക്കാൻ വേണ്ടിയാണോ? എന്താണോ നിങ്ങളുടെ ആവശ്യം ഹലാലായിരിക്കണം. ആ ആവശ്യത്തിന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഫഖും വതവല്ല ബിനിയത്തി ഖളാഇ തിൽക്കൽ ഹാജ. ആ ആവശ്യത്തിനെ മനസ്സിൽ കരുതിയിട്ട് നീ വേഗം നന്നായിട്ട് പൂർണ്ണമായ വുളു എടുക്കുക. അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വതവല്ല ബിനിയത്തി ഖളാഇ തിൽക്കൽ ഹാജ. ആ ആവശ്യത്തിനെ മുൻനിർത്തി നീ നീയത്ത് ചെയ്ത് ആ ആവശ്യത്തിനെ നീയത്തിലാക്കിയിട്ട് നീ വുളു എടുക്കുക. വുളുവിനൊരു നീയത്തുണ്ട് കേട്ടോ. വുളുവിൻ്റെ നീയത്ത് വെക്കണം. നീ വുളു എടുക്കാൻ പോകുമ്പോഴും
നീ വുളു എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം. ഞാൻ സാധാരണ ഈ സമയത്ത് വുളു എടുക്കാറുള്ള ആളല്ല. ഞാനിപ്പോൾ വുളു എടുക്കുന്നത് ഇതാ ഇന്നാലിന്നൊരു അമല് ചെയ്യാൻ വേണ്ടിയാണ്. ഇതോടുകൂടെ എൻ്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടണം. അങ്ങനെ നല്ല നിയ്യത്തോടുകൂടെ വബിറജാ ഇസ്തിജാബത്തി ദുആഇ വതിലാവത്തിൽ ഖുർആൻ, നമ്മുടെ നല്ല പ്രതീക്ഷയിലായിരിക്കണം. ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇനി മുന്നോട്ട് വരേണ്ടത്. അങ്ങനെ തലമറച്ച് വെള്ളവസ്ത്രം ധരിക്കാൻ പറ്റുന്നവർ സുന്നത്തായ പൂർണ്ണമായ രൂപത്തിൽ സുന്നത്തുകൾ പാലിച്ച് സുഗന്ധമൊക്കെ പൂശി ഖിബിലാക്ക് മുന്നിട്ട് നീ ഇങ്ങനെ ഇരുന്ന് വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ അമല് ചെയ്യാൻ വേണ്ടിയിരിക്കേണ്ടത്. ആദ്യമായിട്ട് നീ 100 ഇസ്തിഗ്ഫാർ ചൊല്ലണം. വളരെ ആത്മാർത്ഥമായിട്ട്, അല്ലാഹുവേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതൊക്കെ അറിയാതെ ചെയ്തതാണ്, നീ പുറത്തു തരണേ എന്ന നീയത്തോടുകൂടെ നീ ആത്മാർത്ഥമായിട്ട് 100 ഇസ്തിഗ്ഫാർ ചൊല്ലുക. അതിനുശേഷം വസല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ നീ സ്വലാത്ത് ചൊല്ലുകയും വേണം. അപ്പോൾ അതിന് നല്ലൊരു സ്വലാത്ത് പറഞ്ഞുതരാം. നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ ചൊല്ലാൻ പറ്റുന്ന സ്വലാത്ത്: അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുക. അതും 100 തവണ സ്വലാത്ത് ചൊല്ലുക. ദെൻ നി ബിഹുളൂരിൽ ഖൽബ്, ഹൃദയ സാന്നിധ്യത്തോടുകൂടെ യാസീൻ പാരായണം ചെയ്യാൻ ആരംഭിക്കുക. ഒരൊറ്റ യാസീൻ ഓതിയാൽ മതി. പക്ഷേ യാസീൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതിനിടയ്ക്ക് അജ്നബിയായ കലാം ഒന്നും ഉണ്ടാകാൻ പാടില്ല. നീ ഭൗതിക സംസാരങ്ങൾ അതിനിടയ്ക്ക് സംസാരിക്കരുത്. നീ നിൻ്റെ ഫോണങ്ങ് മാറ്റി വച്ചേക്കണം. ഭൗതിക ചിന്തകളിലേക്ക് അതിനിടയ്ക്ക് വരരുത്. അല്ലാഹ് എന്ന ചിന്തയിൽ മാത്രം നീ റബ്ബിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത് എന്ന ബോധത്തോടെ ആയിരിക്കണം യാസീൻ പാരായണം ചെയ്യേണ്ടത്. അങ്ങനെ ഹുളൂറുൽ ഖൽബോടുകൂടെ അജ്നബിയായ കലാമൊന്നുമില്ലാതെ സൂറത്ത് യാസീൻ വളരെ ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്യുക. ഓരോ മുബീനും എത്തുന്ന സമയത്ത് അവിടെ നീ നിൻ്റെ ആവശ്യം റബ്ബിനോട് നിനക്കറിയാവുന്ന പച്ചമലയാളത്തിൽ അങ്ങ് പറയുക: അല്ലാഹുവേ, ഞാനിപ്പോൾ ഇങ്ങനെ വുളു എടുത്ത് 100 ഇസ്തിഗ്ഫാർ ചൊല്ലി 100 സ്വലാത്ത് ചൊല്ലി തലമറച്ച് സുഗന്ധം പൂശി വളരെ ശുദ്ധിയുള്ള സ്ഥലത്ത് ശുദ്ധിയോടുകൂടെ ആത്മാർത്ഥമായിട്ട് നിൻ്റെ മുമ്പിൽ ഇരുന്ന് സൂറത്ത് യാസീൻ പാരായണം ചെയ്ത് ഞാനിതാ നിന്നോട് ചോദിക്കുന്നു എന്ന നല്ല കരുത്തോടുകൂടെ ഓരോ മുബീനെത്തുമ്പോഴും അള്ളാഹുവിനോട് ചോദിക്കുക: അള്ളാഹുവെ, ഞാനിപ്പോൾ ഇത് ഓതിക്കൊണ്ടിരിക്കുന്നത് ഇന്നാലിന്ന ആവശ്യത്തിനാണ്, ഞാനിപ്പോൾ ഇത് ഓതിക്കൊണ്ടിരിക്കുന്നത് ഇന്നാലിന്ന കാര്യം നടക്കാൻ വേണ്ടിയാണ്, ഞാനിപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മോള് നീറ്റ് എക്സാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറേ സമയമായി ഇത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഇതുവരെ സക്സസ് ആയിട്ടില്ല, അത് റാഹത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്താണോ നിങ്ങളുടെ മനസ്സകങ്ങളിലുള്ളത്, ഞാൻ വിൽക്കാൻ വേണ്ടി വെച്ച പുരയിടവും സ്ഥലവും വിറ്റുപോകാൻ വേണ്ടിയാണ്, അത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആത്മാർത്ഥമായിട്ട് ഓരോ മുബീനെത്തുമ്പോഴും നിൻ്റെ ആവശ്യം മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പിന്നീട് ബാക്കിയുള്ളത് തുടരുക. അങ്ങനെ ആത്മാർത്ഥമായിട്ട് സൂറത്ത് യാസീൻ ഓരോ മുബീനെത്തുമ്പോഴും നിൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്ത് യാസീൻ പൂർത്തിയാക്കിയാൽ ബിഇദ്നില്ലാഹി തആല ഖുളിയത്ത് ഹാജത്തുഹു, നിൻ്റെ ആവശ്യം ഏതാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല അത് പൂർത്തീകരിച്ചു തരും. മുജറബുൻ, ഇത് മുജറബാണ്. ഇറ്റ്സ് മീൻസ്, മുജറബ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ മാന എന്താ, അതിൻ്റെ മീനിങ് എന്താ? മുജറബ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കുറേ ആളുകൾ ചെയ്തു, മഹാന്മാരൊക്കെ അങ്ങനെ ചെയ്തവർക്ക് ഫലം ലഭിച്ചു എന്ന അനുഭവമുള്ള അമലാണ് എന്നാണ്. അപ്പോൾ ചെയ്തു നോക്കൂ, ആത്മാർത്ഥമായി ചെയ്താൽ അതിന് ഫലം ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നടക്കാത്ത കാര്യങ്ങൾ നടന്നു കിട്ടാൻ ഇതൊരു കാരണമാക്കി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇനി ഇത് ചെയ്യേണ്ട ചില ദിവസങ്ങളുണ്ട്. നമുക്കൊരു ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടിയാണ്, ഒരാളുടെ അടുക്കലിൽ നിന്നൊരാവശ്യം പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടിയാണ്, ഒരു കാര്യം നടക്കാൻ വേണ്ടിയാണ് എങ്കിൽ ഇത് ചെയ്യേണ്ടത് അത് വെള്ളിയാഴ്ച രാവിലാണ്. അപ്പോൾ വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകല്. നമുക്ക് ഒരു ദിവസം ആരംഭിക്കുന്നത് എപ്പോഴാണ്? രാവിലാണ് അവർ ആരംഭിക്കുക. അപ്പോൾ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചത് മുതലേ
വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ഇടയിൽ ആയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കാര്യം സാധിച്ചു കിട്ടാനാണെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം തട്ടിപ്പോകാനാണ്, ഒരു കാര്യം ഉയർന്നു പോകാനാണ്, ശത്രുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, തട്ടിപ്പോകണം. അങ്ങനെ തട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ് കോടതിയിൽ വല്ലാത്ത വാദം നടക്കുകയാണ്, ഒരിക്കലും ജാമ്യം കിട്ടാത്ത സംഗതികളിലുള്ളത്. ആ രൂപത്തിലാണ് നമ്മൾ കരുതേണ്ടത്. എന്തെങ്കിലും ഒരു കാര്യം തട്ടിപ്പോകാൻ വേണ്ടിയാണെങ്കിൽ ആ രൂപത്തിലാണ് മനസ്സകങ്ങളിൽ നീയത്ത് കരുതിയിട്ട് ചെയ്യേണ്ടത്. അത് വെള്ളിയാഴ്ച രാവിലാണ്, അല്ല, അത് ചൊവ്വാഴ്ചയാണ്. ഒരാവശ്യം പൂർത്തീകരിച്ച് കിട്ടാനാണെങ്കിൽ അതെന്താണ് ചെയ്യേണ്ടത്? അത് വെള്ളിയാഴ്ച രാവിലെ. ഒരു കാര്യം തട്ടിപ്പോകാൻ, അത് ഉയർന്നു പോകാൻ, നമ്മളിൽ നിന്നും പോയി കിട്ടാനാണെന്നുണ്ടെങ്കിൽ അത് ചൊവ്വാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത്. അപ്പോൾ തിങ്കളാഴ്ച സൂര്യൻ അസ്തമിച്ച രാത്രി തുടങ്ങി ചൊവ്വാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പായിട്ടാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഉയർച്ചയും ഇസ്സത്തും അഭിമാനവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വിഷയം, അങ്ങനെ ഉയർച്ചയും വിജയമൊക്കെ കിട്ടാനാണെന്നുണ്ടെങ്കിൽ അത് ഞായറാഴ്ചയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഉയർച്ചക്കും ഇസ്സത്തിനൊക്കെ വേണ്ടിയിട്ട് ഞായറാഴ്ച. ഈ കൂട്ടത്തിൽ ലക്ഷങ്ങൾ കടങ്ങളുള്ളവരുണ്ട്, കടബാധ്യതയുള്ളവർ, പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് വീട് നിർമ്മാണം നടത്തിയിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് ഗോൾഡും മറ്റുമൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്ത് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്നവർ, ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട്. അത്തരം ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ അത് കടവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് തിങ്കളാഴ്ചയാണ് തുടങ്ങേണ്ടത്. ഞായറാഴ്ച സൂര്യൻ അസ്തമിച്ച രാത്രി മുതൽ തിങ്കളാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തിങ്കളാഴ്ച രാവിലെ, ഇങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ജീവിതം നാം നല്ല രൂപത്തിൽ ക്രമപ്പെടുത്തണം. 5 വഖത്ത് ഫർദ് നിസ്കാരങ്ങൾ നിസ്കരിക്കണം. ഹറാമിൽ നിന്ന് പരമാവധി നാം മാറി നിൽക്കണം. റബ്ബ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തണം. നമ്മളിപ്പോൾ വീഡിയോയിൽ ഇത് ഇപ്പോഴൊക്കെയാണ് പറയുന്നതെന്നുണ്ടെങ്കിലും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമ്മളോട് പലരും ഫോൺ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവമുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് തന്നെ ഉണ്ട്. അതുകൊണ്ട് സൂറത്ത് യാസീൻ ഈ രൂപത്തിൽ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ നടക്കാത്തൊരു വിഷയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പാരായണം ചെയ്യുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സൂറത്ത് യാസീൻ ഓതിയവൻ്റെ ആഫത്തുകൾ അത് തടുക്കുകയും അയാളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊടുക്കുകയും ചെയ്യുന്നുള്ളതാണ്. ആ സൂറത്ത് യാസീൻ ആരെങ്കിലും പാരായണം ചെയ്യുകയാണെങ്കിൽ 20 ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസുണ്ട്. സൂറത്ത് യാസീൻ ആരെങ്കിലും പാരായണം ചെയ്താൽ അത് ഓതിക്കഴിഞ്ഞാൽ 20 ഹജ്ജ് ചെയ്തതിന് തുല്യം. അത് കേട്ടവന് അള്ളാഹുവിൻ്റെ വഴിയിൽ 1000 ദീനാർ ദാനം ചെയ്തതിൻ്റെ പ്രതിഫലം. അത് എഴുതി മായ്ച്ച് കുടിച്ചാൽ അവൻ്റെ ഉള്ളിൽ 1000 ഔഷധം പ്രവേശിച്ചു. സൂറത്തു യാസീൻ മായ്ച്ചിട്ട് എഴുതി കുടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ 1000 ഔഷധങ്ങൾ പ്രവേശിച്ചു, രോഗങ്ങൾക്കത് ശിഫയാകുമെന്ന്. അതേപോലെ തന്നെ 1000 റഹ്മത്തും അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. ഉള്ളിലെല്ലാ രോഗവും പകയും പുറത്തു ചാടി. രാത്രിയിൽ ഒരാൾ യാസീൻ ഓതിയാൽ പ്രഭാതമാകുമ്പോഴേക്ക് അവൻ്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. ഇങ്ങനെ യാസീനെ കുറിച്ച് പറഞ്ഞാൽ തീരാത്തത്രയും മഹത്വങ്ങളുണ്ട്. അതുകൊണ്ട് യാസീൻ വളരെ ആത്മാർത്ഥമായിട്ട് ഇന്നു തന്നെ എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ഓതാൻ ശ്രമിക്കുക. നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ ബന്ധങ്ങളിലുള്ളവർ, നിങ്ങളുടെ കുടുംബങ്ങളിലുള്ളവർ, അവരിലേക്ക് ഇത് അയച്ചു കൊടുക്കുക. അവരും പ്രതിസന്ധികളിൽ കഴിയുന്നവരുണ്ടാകും, അവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റട്ടെ. ഒരുപക്ഷേ നിങ്ങളിത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേൽക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ അവരുടേതൊക്കെ നിറവേറ്റപ്പെട്ടേക്കാം. ഓരോരുത്തരും ചെയ്യുന്ന ആത്മാർത്ഥതയുടെയും ഓരോരുത്തർക്കും അള്ളാഹു കണക്കാക്കിയ ഖളാഇൻ്റെയൊക്കെ അനുസരിച്ച് വളരെ പെട്ടെന്ന് എല്ലാം പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകും. അള്ളാഹു നമുക്കിതൊക്കെ പതിവാക്കാനും ഇത് കാരണമായിട്ട് നല്ല ഗുണങ്ങൾ നേടിയെടുക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സൂറത്ത് യാസീനിൻ്റെ ഈ അമൽ നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ചെയ്യുക. നമ്മൾ ഈ ചാനലിൽ ഇതിൻ്റെ മുമ്പ് ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള 10-11 അമലുകൾ ഫലം ലഭിക്കുന്നത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പലർക്കും 12,000 ബിസ്മിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് എത്രയോ ആളുകൾക്ക് ഞൊടിയിടയിൽ റിസൾട്ട് ലഭിച്ചവരുണ്ട്. അത് റിസൾട്ട് കിട്ടിയിട്ട് വീണ്ടും ചെയ്തവരുണ്ട്.
സൂറത്തുൽ ഫത്ഹ് 21 പ്രാവശ്യം സൂറത്തുൽ ഫത്ഹ് 3 ദിവസം കൊണ്ടോ 7 ദിവസം കൊണ്ടോ ഒരു ദിവസം കൊണ്ടൊക്കെ ഓതേണ്ട വ്യത്യസ്തമായ രൂപം പറഞ്ഞിട്ടുണ്ട്. മഹാത്ഭുതങ്ങളുടെയും വിജയങ്ങളുടെയും കഥ പറയുന്ന വിശുദ്ധ ഖുർആനിലെ അതിവിശിഷ്ടമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഉൾക്കൊള്ളുന്ന വളരെ ശ്രേഷ്ഠമേറിയ സൂറത്തുൽ ഫത്ഹ് അത് വിജയത്തിൻ്റെ സൂറത്താണ്. ആ സൂറത്ത് കൊണ്ടുള്ള കൃത്യമായ അമൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പല ആളുകളും ചെയ്തവരാണ്. എത്രയോ ആളുകൾക്ക് വിദേശത്തേക്ക് പോകാൻ സാധിച്ച ഒരമൽ കൂടെയാണ് സൂറത്തുൽ ഫത്ഹിൻ്റെ അമൽ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് ചെയ്തു നോക്കുക. അതേപോലെ തന്നെ സൂറത്ത് യാസീൻ 25 തവണ പാരായണം ചെയ്യുന്നത്, സൂറത്ത് യാസീൻ 3 തവണ പാരായണം ചെയ്യുന്നത്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ പറഞ്ഞ അമലുകളൊക്കെ പല ആളുകളും ചെയ്തവർക്കൊക്കെ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്തു നോക്കുക. ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കും ഇതൊക്കെ അള്ളാഹ് തരൂലേ, ഇതിങ്ങനെ ചെയ്തുകൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണമെന്നുള്ളത്. ചോദിക്കണം അള്ളാഹുവിനോട്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കാനാണ് പറയുന്നത്. പിന്നെ അള്ളാഹ്ക്ക് ചോദിക്കാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ചോദിച്ച് വാങ്ങിക്കണം. പ്രവാചകന്മാരൊക്കെ അങ്ങനെയായിരുന്നു. അവരൊക്കെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളെ കൊണ്ട് അള്ളാഹുവിനോട് ധാരാളമായി ചോദിച്ചപ്പോൾ, കുറേ നാൾ ചോദിച്ചപ്പോഴാണ് പലപ്പോഴും പലർക്കുമൊക്കെ ലഭിച്ചത്. അതുകൊണ്ട് ധാരാളം റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നാലാണ് നമുക്ക് ലഭിക്കുക എന്ന് കൃത്യമായി നാം മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായി റബ്ബിൻ്റെ മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങൾ ഇറക്കി വെച്ച് അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിന് കഴിയുന്ന നല്ല ഒരു അമലാണ് വിശുദ്ധ ഖുർആനിലെ നാം ഇപ്പോൾ പറഞ്ഞ സൂറത്ത് യാസീൻ, ഖൽബുൽ ഖുർആൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ അതിവിശിഷ്ടമായ സൂറത്ത് യാസീനിൻ്റെ അമല്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് ആവശ്യങ്ങൾക്കും ആത്മാർത്ഥമായി പാരായണം ചെയ്യുക. റബ്ബിൻ്റെ മുമ്പിൽ നമുക്കതൊക്കെ തുറന്നു കിട്ടാൻ കാരണമാകും. അള്ളാഹു നമുക്ക് വളരെ ആത്മാർത്ഥതയോടുകൂടി ഇത് ചെയ്യാനും അത് കാരണമായിട്ട് നേടിയെടുക്കാവുന്ന ഗുണങ്ങളൊക്കെ നേടിയെടുക്കാനുമുള്ള തൗഫീഖും ഹിമ്മത്തും ആഫിയത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.